ഹായ്, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? നമ്മൾ ഒരുവിധം സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്തരച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇഞ്ചി നന്നായി വഴറ്റി കൊടുത്തേ. അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ നമ്മൾ സവാളയാണ് ഇട്ട് കൊടുത്തത്. അതും നന്നായി വഴറ്റി കൊടുക്കണേ. പിന്നെ ഇട്ടുകൊടുത്തത് കുറച്ച് കുരുമുളകാണ്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും 1 മുറി തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കണേ. നന്നായി വറുത്തതിന് ശേഷം മാത്രം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ മുളക് പൊടിയും ചേർത്താൽ മതിയേ. ഇങ്ങനെ തേങ്ങയിലും നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്. പെരുംജീരകത്തിൻ്റെ വേറെ സ്മെല്ലാണല്ലോ. ഈ കറി വേറെ രുചിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്ത് തേങ്ങയെല്ലാം നന്നായി തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. അമ്മിക്കല്ലിലാണ് അരക്കുന്നത്, മിക്സിയിലല്ല. അമ്മിയിൽ അരച്ച കറി അത് വേറെ തന്നെ രുചിയാണ്. എന്തായാലും പഴയ കറിയുടെ രുചിയൊന്നും ഇപ്പോഴത്തെ കറിക്കൊന്നുമില്ല. അങ്ങനെ തേങ്ങയെല്ലാം അരിച്ച് അതിൻ്റെ വെള്ളവും കൂടി വാങ്ങി നമുക്ക് അരിച്ചെടുത്ത് ചട്ടിയിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും പച്ചമാങ്ങയും വേറെ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വറക്കുമ്പോൾ എല്ലാം ചേർത്തിരുന്നു, അതുകൊണ്ട് മറ്റുള്ള മസാല ഒന്നും വേണ്ട. ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ 1 തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ പുളിയൊന്നും ചേർത്തിട്ടില്ല. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ. ഇത് വേറെ രുചിയാണ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അങ്ങനെ നമ്മളെ കറിയെല്ലാം വെന്തു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് വഴറ്റിയത്. വെളിച്ചെണ്ണയിലാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി വഴറ്റി കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ കറിയിലേക്ക് ഒഴിച്ച്. ചപ്പാത്തിക്കും ചോറിനും പത്തിരിക്കും എല്ലാം പറ്റിയൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.